സുഹൃത്തുക്കളെ, നമ്മളെല്ലാ വീക്കെൻഡിലും ഒരു നൈറ്റ് ഡ്രൈവ് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ വീക്കെൻഡിൽ ഒരു നൈറ്റ് ഡ്രൈവ് ഇറങ്ങുകയാണ്. ഇപ്പോൾ രാത്രി സമയം 10 മണിയാകാൻ പോകുന്നു. ഇപ്പോഴത്തെ പ്രത്യേകത, അനന്തപുരി ഇപ്പോൾ ഉത്സവ ലഹരിയിലാണ്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള ഉത്സവം ആരംഭിച്ചപ്പോൾ തന്നെ അനന്തപുരിയുടെ ഉത്സവ ലഹരിയിലേക്കുള്ള ദിവസങ്ങൾ കഴിയും തോറും അനന്തപുരി ഉത്സവ ലഹരിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇന്നത്തെ യാത്ര ആറ്റുകാലിലേക്കാണ്. ആറ്റുകാല് ക്ഷേത്രത്തിൽ കയറാൻ വലിയ തിരക്കായിരിക്കും. എന്നാലും അതിൻ്റെ ചുറ്റുവട്ടത്തുകൂടി നമുക്കിങ്ങനെ യാത്ര ചെയ്ത് കാഴ്ചകൾ കണ്ട് പോകാനാണ് ഇന്നത്തെ പ്ലാനിങ്. അപ്പോൾ നമ്മളിന്ന് കുട്ടീസുകളുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു എൻ്റർടൈനിങ് ഇന്ന് കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പൊങ്കാല വിശേഷങ്ങൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. അപ്പോൾ എല്ലാവർക്കും നേരിട്ട് വന്ന് കാണാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നമുക്ക് ചെറിയ ചെറിയ കാഴ്ചകൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. 13-ാം തീയതിയാണ് പൊങ്കാല മഹോത്സവം. അപ്പോൾ ശരിക്ക് ഓണമല്ല, ഓണത്തേക്കാൾ വലിയൊരു ഉത്സവ ലഹരിയാണ് അനന്തപുരിക്ക് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് 3ാം ഉത്സവമാണ്. അതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ വിളക്ക് കെട്ടാണ്. ഈ പൊങ്കാലയുടെ തലേ ദിവസം 9ാം ഉത്സവം വരെ ഏകദേശം 50ഓളം വിളക്ക് തേരുകൾ പല സ്ഥലങ്ങളിൽ നിന്നും, ജില്ലയുടെ പല സ്ഥലങ്ങളിൽ നിന്നും ചെണ്ടമേള വാദ്യഘോഷാഘോഷങ്ങളോടുകൂടി ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിലെത്തുകയും അവിടെ അത് താളമേളങ്ങളോടുകൂടി വിളക്ക് കെട്ട് ദേവിക്ക് ചുറ്റും കളിക്കുന്ന ഒരു ആചാരം വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അത് ഇത്തവണയും അതേപോലെ തന്നെ തുടരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം അട്ടക്കുളങ്ങര എത്താറായി. അട്ടക്കുളങ്ങര അങ്ങനെ അങ്ങോട്ട് തിരക്കായിരിക്കും. ഉത്സവത്തിൻ്റെ ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിയും. പുറത്ത് വീഡിയോ എടുക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ ഇങ്ങനെ അട്ടക്കുളങ്ങരയിൽ എപ്പോഴും തിരക്കാണ്. ഇവിടെ 12 മണിയായാലും 1 മണിയായാലും 2 മണിക്ക് വന്നാലും തിരുവനന്തപുരം ജില്ലയിൽ വരുന്നവർക്ക് ഏത് സമയത്തും ഫുഡും സ്നാക്സും ജ്യൂസും ഒക്കെ അവൈലബിളായിട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് അട്ടക്കുളങ്ങര. അത് പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ്. അപ്പോൾ പൊതുവായി ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ ഒരുവിധം തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉത്സവ സമയത്ത് പണികളൊന്നും ഉണ്ടാവത്തില്ല. ഉത്സവം കഴിഞ്ഞിട്ടായിരിക്കും പണികളൊക്കെ തുടങ്ങുന്നത്. നമ്മൾ അട്ടക്കുളങ്ങര കഴിഞ്ഞു, ഇങ്ങനെ മണക്കാട് ഭാഗത്തേക്ക് പോവുകയാണ്. വാഹനം അങ്ങ് ക്ഷേത്രത്തിന് അടുത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മൾ ഏതുവരെ പോവോ അതുവരെ പോയി തിരിച്ച് വരാനേ കഴിയത്തുള്ളൂ. അത്യാവശ്യം തിരക്കുണ്ട്. പരിപാടി കാണാനും ഉത്സവത്തിൽ പങ്കെടുക്കാനും അതുപോലെ ദേവീ ദർശനം നടത്താനും ഭക്തജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹോത്സവമാണ് നമ്മുടെ പൊങ്കാല. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആയിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ മണക്കാട് ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ഇവിടെ എല്ലാം അത്യാവശ്യം തിരക്കുണ്ട്. ലൈറ്റും അതുപോലെ തന്നെ പാട്ടും മഹാ ഉത്സവ ലഹരി തന്നെയാണ്. 5 ലക്ഷത്തിൽ പരം സ്ത്രീകൾ പൊങ്കാല ഇട്ട് പോകുന്ന ഒരു
കർമ്മമാണ് ആറ്റുകാൽ പൊങ്കാല. പുറത്തൊക്കെ നല്ല ശബ്ദമാണ്, എല്ലായിടത്തും പാട്ട് വെച്ചിട്ടുണ്ട്, പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. തക്കളങ്ങര മണക്കാട് മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെ സ്റ്റേജ് ഷോകളും പരിപാടികളും നടക്കുന്നുണ്ട്, ഗാനമേള നടക്കുന്നുണ്ട്. സ്ഥിരം ഒരു വേദി ഇവിടെ ഉണ്ട്. പൊങ്കാല ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു വേദി ഇവിടെ മണക്കാട് മാർക്കറ്റിന്റെ ഫ്രണ്ടിലുണ്ട്. എന്നും പരിപാടിയാണ്. അപ്പോൾ രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാണാം വീഡിയോയിലൂടെ. രണ്ട് സൈഡിലും നല്ല അലങ്കരിച്ച് കളർ ലൈറ്റുകൾ, സീരിയൽ ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയായി അലങ്കരിച്ചിരിക്കുകയാണ്. വീഡിയോയുടെ പുറകു സൈഡിൽ, കാറിന്റെ പുറകു സൈഡിലൂടെ അത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കുട്ടീസുകളൊക്കെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്, ഒരു അനക്കവും ഇല്ല. അവർ സാധാരണ കറക്കമില്ല, ലുലു മാളിലോ അങ്ങോട്ടൊക്കെയാണ്. അപ്പം ഇന്ന് ഉത്സവമായതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നതാണ് ഉത്സവ കാഴ്ചകൾ കാണാനായിട്ട്. നല്ല ബ്ലോക്കുണ്ട്. കുരിയാത്തി ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കാണ് പ്രിയപ്പെട്ടവരെ. ഞങ്ങളിങ്ങനെ കുരിയാത്തി പാസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുകയാണ്. കുരിയാത്തി ജംഗ്ഷനിൽ ഗാനമേള നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. മുൻനിരയിൽ നല്ല ദീപാലങ്കാരങ്ങൾ രണ്ട് ഭാഗത്തായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഭാഗത്ത് അങ്ങോട്ട് വിടുന്നില്ല വണ്ടി. നമ്മൾ തിരിച്ച് പോവുകയാണ്. രഥത്തിന് അടുത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ തിരിച്ച് പാസ് ചെയ്യുകയാണ്. പാസ് ചെയ്ത് ഇവിടെ നല്ല ബ്ലോക്കുണ്ട്. വാഹനങ്ങൾ വളരെ കൺജസ്റ്റഡായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മെയിൻ റോഡിലേക്ക് വന്നു തിരിച്ച് മണക്കാട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വിളക്ക് കെട്ട് വരികയാണ്. അതിന് മുന്നോടിയായിട്ട് തെയ്യം വളരെ ഭംഗിയായിട്ടുണ്ട്. തെയ്യം കളിച്ച് പോവുകയാണ്. തെയ്യം കളിച്ച് ഭയങ്കര രസമായിട്ട് ആഘോഷത്തോടെ അതിനിടയ്ക്ക് വാഹനങ്ങൾക്കിടയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ അടുത്ത് ചെണ്ടമേളം വരുന്നുണ്ട്. ചെണ്ടമേളം, വാദ്യഘോഷങ്ങൾ, അതെല്ലാം കഴിഞ്ഞ് അത് വിളക്കുകെട്ടിന് മുന്നോടിയായിട്ടുള്ള കലാപരിപാടികളൊക്കെയാണ്. അത് നല്ലൊരു വിളക്ക് കെട്ട്, അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ബ്ലോക്ക് കാരണം നമുക്ക് തിരിച്ച് പോകേണ്ടി വരികയാണ്. അപ്പോൾ